ഇപ്പോ വർക്ക് തുടങ്ങാൻ പോവാണ്. പക്ഷേ ഉടമക്കൂടെ ചവിട്ടി നടക്കാനുണ്ടെങ്കിൽ ഇതിനാണ് മൊത്തം നല്ല മഞ്ഞാണ്. എന്തായാലും പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കട്ടിങ് കാര്യങ്ങൾ തുടങ്ങി. ഏകദേശം ഇന്നലെ തന്നെ റെഡി ആവുന്നുണ്ടായിരുന്നു ഇവിടെ. എന്ത് ചെയ്യാനാ, കറണ്ടിന്റെ പ്രശ്നം എല്ലായിടത്തിലും കറണ്ടിന്റെ പ്രശ്നമാണ്. അപ്പോ ഇനി ഇത്രയും വർക്കുകളാണ് എടുക്കാനുള്ളത്. ഇന്ന് ഏകദേശം തീരും. പാത്തി ഫിറ്റ് ചെയ്ത് ടീംസ് കാപ്പിയായിട്ട് വന്നിട്ടുണ്ട്. കാപ്പി നമ്മളാൾക്കാർ ഇതാ മണൽ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മണലും കൂടി ആവശ്യമുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ മണലേറ്റാണ്. വാഹിദ്, സുബാൽ ജി, നൗഫൽ ജി, പണി തുടങ്ങാണ് നമ്മള്. പിന്നെ ഇതിപ്പോ വലിയ സ്ലോപ്പ് ഇല്ലാത്തതിനോണ്ട് പിന്നെ പ്രശ്നമില്ല. ഇതിന്റെ മുകളിൽ കൂടെ നടക്കാം. എന്നാലും നടക്കേണ്ട ആവശ്യമില്ല. വെള്ളം പോയിട്ട് നടന്നാൽ മതി. ഈ സെറാമിക്കിന്റെ മുകളിൽ നമ്മൾ പണിയെടുത്ത് അവിടെ മാനന്തവാടിയുള്ള ഒരാള് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഇങ്ങനെ വന്ന് നോക്കും. നോക്കിക്കോട്ടെ. പക്ഷെ ഇതിന്റെ മുകളിലൊക്കെ കയറിയിട്ട് നമ്മളെ വിശ്വാസമില്ലാത്ത രീതിയിൽ അത് ചെയ്യൂല എന്ന് പറഞ്ഞ് നോക്കി. പിന്നെ അതിന്റെ മുകളിൽ കയറി അതിൽ നിന്ന് വീണിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഈ സെറാമിക് ടൈലൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണിയെടുക്കുന്ന ആൾക്കാർക്ക് തന്നെ റിസ്ക് ആണ്. എന്നാലും നമ്മൾ ഈ പണി പഠിച്ചതുകൊണ്ട് എടുക്കാന്നേ ഉള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം വീണതാണ്. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പ്രായമുള്ള ആൾക്കാരും ഈ കാര്യങ്ങളിലൊന്നും പണി എടുക്കാത്ത, ഇതിന്റെ മുകളിലൊന്നും നിൽക്കാത്ത ആൾക്കാർ എന്താക്കുക, ഉയരത്തിന്റെ മുകളിലൊന്നും കയറാത്ത ആൾക്കാർ പരമാവധി എന്താക്കുക, ഇതിന്റെ മുകളിൽ കയറാതെ തന്നെ ഇരിക്കുക. മുകളിലൊക്കെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ സെറ്റപ്പ് തന്നെ വെക്കുക. ഈ ഓടുമ്പലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ അതിന്റെ മുകളിലേക്ക് കയറേണ്ട രീതികളിലേക്ക് റെഡിയാക്കി വെക്കുക. ഇവിടെയൊക്കെ തന്നെ കണ്ടില്ലേ, ഓടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെയാണ് വാട്ടർ ടാങ്ക് വരുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. എന്താ പറഞ്ഞാൽ നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. പിന്നെ നമുക്ക് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വൃത്തി തന്നെ എടുത്തു കൊടുക്കും. അല്ലാണ്ട് നമ്മളെ പണിക്കൂലി കുറച്ചിട്ട് ഉള്ള പരിപാടി നമുക്ക് എടുക്കാൻ പറ്റൂല. എന്താ പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ എടുക്കുന്നത് കേട്ടോ. നാട്ടിലെ മാതിരി 16നും 15നും ഒക്കെ എടുത്തിട്ട് നമ്മളെ ആധാരം പണയപ്പെടുത്തിയിട്ട് നമുക്കാണെങ്കിൽ ആധാരവും ഇല്ല. അപ്പോൾ ആ രീതിയിലാവും. കണ്ടോന്റെ ആധാരം വെച്ചിട്ട് ഓന്റെ പുരപ്പണി തീർത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. കണ്ടോന്റെ ആധാരം എന്തായാലും കിട്ടിയില്ലല്ലോ. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ്. കാരണം ആ പണിക്കാർക്ക് പണിക്കൂലി കൊടുക്കാനേ തികയൂലാന്ന്. ഈ 16നൊക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ അത് ഇത്രയും റിസ്ക് ഉള്ള പണികളാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഓര് നമ്മളെന്താക്കും, അവിടെയുള്ള കുറേ നല്ല ഏറിയ മുക്കാലും ഇപ്പോൾ കൽപ്പറ്റയിലൊക്കെ വരുന്ന KPG കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മളെ പണിക്കൂലിന്റെ വിയർപ്പിന്റെ പൈസ പറ്റാത്തത്. മറ്റുള്ള എല്ലാ കമ്പനികളും തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങളെ പണിക്കൂലി കുറയ്ക്കും, അല്ലെങ്കിൽ പണിക്കൂലി 18 20 ഒക്കെ വെക്കും. എന്നിട്ട് എന്താക്കും, അതിൽ നിന്ന് ഒരു കമ്മീഷൻ അടിക്കും. ഇത് ഓട് വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ ഓട് വിൽക്കുന്ന ഈ ഷോപ്പിലുള്ള ആൾക്കാർ ചെയ്യുന്ന പണിയാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഓടിന്റെ ലാഭവും കിട്ടും ഇവർക്ക്. ഞങ്ങൾ ഈ വെയിലത്തെ മുകളില് ഇത്രയും റിസ്കിൽ കയറി പണിയെടുക്കുന്നതിന്റെ ഒരു ആ വേർപ്പും കൂടി നക്കുന്ന ടീമാണ് കൂടുതലും കേട്ടോ. എല്ലാ സ്ഥലത്തും ഇല്ല. കർണാടകയിൽ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ട്, കർണാടകയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. മലയാളികളെ കട ഉണ്ട്, KPG എന്നൊക്കെ പറയുന്ന മലയാളികളെ കടയൊക്കെ ഉണ്ട് കർണാടകയിലും. അതേപോലെ തമിഴ്നാട്ടിലുണ്ട്, നല്ല ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും അടിപൊളിയാണ് നമ്മളെ കമ്പനിക്കാരൻ പണിയെടുക്കുന്നുണ്ട്, GRP. പിന്നെ അല്ലാതെ തന്നെ KPGന്റെ ഓർഡർ ഇറക്കുന്ന ഒരു അണ്ണനുണ്ട്. ഓരൊക്കെ നല്ല ആൾക്കാരാണ്.
നമ്മളെ പണിക്കൂലി എത്രയാണോ അത് നമ്മളെ കീശയിലേക്ക് തന്നെ. അത് അവർക്ക് വേണ്ട. അവർക്ക് വേണ്ട, ഓരെന്നെ അങ്ങനെ പറയുന്നത് അവർക്ക് വേണ്ട. നമ്മളെ കേരളത്തിലാണ് അതിന്റെ ആ ഒരു പ്രശ്നമുള്ളത്. അത് പിന്നെ അത് നമ്മളെ പണിക്കാരെയും പ്രശ്നമാണ് കേട്ടോ. പണിക്കാർക്ക് ആ 16 മതി. എന്താ പറഞ്ഞാൽ കള്ളും കഞ്ചാവും അതും ഇതൊക്കെ വലിച്ചിട്ട് അത് മതി ഓർക്ക്. അവർക്ക് അങ്ങനെ പണിയെടുത്താൽ മതി. നമുക്ക് അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടണം, നമ്മളെ പോക്കറ്റിൽ പൈസ വേണം. അത് നമ്മളെങ്ങനെ ചെലവാക്കുക എന്നുള്ള രീതിയിലല്ല, നമുക്ക് പൈസ വേണം. നമ്മൾ ആ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ നമ്മൾ വർക്ക് എടുത്തു കൊടുക്കും. അതാണ് നമ്മളെ രീതി. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പണിയെടുക്കാത്തത്. കേരളത്തിൽ പണിയേ എടുക്കാത്തത് അതുകൊണ്ടാണ്. റേറ്റ് ഇല്ല. എന്താ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് റേറ്റ് കുറച്ചെടുത്ത് ഓല് എന്തെങ്കിലും കാട്ടിക്കൂട്ടി അങ്ങോട്ട് പോവും. അങ്ങനെ കുറെ റീവർക്ക് വന്നിട്ടുണ്ട്. റീവർക്ക് നമ്മൾ നല്ല റേറ്റിനാട്ടോ പറയാ. ഞങ്ങളെ റേറ്റിന്റെ അതിലും കൂടുതലായിട്ടുള്ള റേറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കും. അത് പിന്നെ ഓൾക്ക് എടുത്തല്ലേ പറ്റും. അപ്പൊ അങ്ങനെ പണി കിട്ടാണ്ട് നിൽക്കണമെങ്കിൽ എന്താക്കുക, നല്ല ആൾക്കാരെ വെച്ച് പണി എടുപ്പിച്ചോളുക. പണിക്കൂലിയിൽ കുറയ്ക്കാൻ നോക്കരുത്, ഓടിൽ കുറയ്ക്കാൻ നോക്കുക. വലിയ വലിയ ആൾക്കാരല്ലേ ഓട് വെക്കുന്നത്, അവരെ അടുത്തുനിന്ന് 1-2 ഉറുപ്പ്യ കുറയ്ക്കാൻ നോക്കുക. പക്ഷെ ഷോപ്പുകാർ ചെയ്യുന്നത് എന്താ, സ്ക്വയർ ഫീറ്റിനാണല്ലോ നമ്മൾ ഒരു ഓടിന് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരു ഓടിന് 2 ഉറുപ്പ്യ കുറച്ച് കൊടുക്കാൻ എന്താ ചെയ്യുക, പണിക്കൂലി അങ്ങോട്ട് കുറയ്ക്കുക. ആ പരിപാടി നമ്മളെടുത്ത് നടക്കൂല. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ, രാവിലത്തെ വീഡിയോ ഇവിടെ തീർന്നു. ഇനി പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ.